ഇവിടെ കൊണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഈ മെമ്പർ മുഖാന്തരമാണ് ഇവിടെ കൊണ്ടുപോയിരിക്കുക. മെമ്പറും രണ്ടാമത്തെ മകൻ്റെ ഭാര്യയും കൂടെ നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുപോയിരിക്കുകയും അവരെ പാസ്ബുക്കും പ്രമാണവും ഇതെല്ലാം ഈ മെമ്പർ തന്നെ മേടിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അവിടെ കൊണ്ടു കൊടുത്ത് ഈ രാത്രി 10 മണിയായപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നു. പിന്നെ അങ്ങോട്ട് ആരും ചെല്ലാൻ പറ്റില്ല. 20 സെൻറ്റ് വസ്തുവും പഞ്ചായത്ത് കെട്ടിടമുണ്ട്. അത് കഴിച്ചിട്ട് ഈ പാസ്ബുക്കിൽ എത്ര 36 രൂപ ഒരു പാസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് ഈ വത്സലയുടെ മക്കൾക്കുള്ളതായിരുന്നു. മക്കൾ മരണപ്പെട്ടു പോയി. ആ പാസ്ബുക്ക് വത്സലയ്ക്ക് അത് മാറിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. വൃദ്ധസദനത്തിലെത്തുന്നവരുടെ സ്വത്തുക്കളും ബാങ്ക് പാസ്ബുക്കും കൈക്കലാക്കി തട്ടിപ്പ് നടത്തുന്നതായി പരാതി. കൊടുവണ്ണൂർ സ്വദേശിനി വത്സലയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളും പാസ്ബുക്കുമാണ് ആറ്റിങ്ങൽ പാറയടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന വികാസ് കേന്ദ്ര എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ശ്യാം കൈക്കലാക്കിയതായി പരാതി. മക്കൾ മരണപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വത്സലയെ നോക്കാൻ ആരുമില്ലെന്ന് അവരുടെ സഹോദരങ്ങൾ വാർഡ് മെമ്പർ ശിശുതലയെ അറിയിക്കുകയും വാർഡ് മെമ്പറുടെ ഇടപെടലിൽ വത്സലയെ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള സേവന വികാസ് കേന്ദ്രയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിരുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോകത്തില്ല, വെള്ളം പോകത്തില്ല, അവിടെ ചെന്ന് എത്തിപ്പെടാൻ തന്നെ പാടാണ്. അത് നമ്മളവിടെ എൻ്റെ സഹോദരിയെ ഒന്ന് കാണണമെങ്കിൽ തന്നെ 2 ദിവസം മുമ്പേ അവരുടെ അടുത്ത് ഓർഡർ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഓർഡർ വാങ്ങിച്ചിട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ സഹോദരിയുടെ പേരിലുള്ള സ്ഥലവും വീടും അവരൊക്കെ കൊടുക്കാൻ നമ്മൾ 3 പേരും, നമ്മൾ 3 ആണുങ്ങളാണുള്ളത്, സഹോദരങ്ങളാണുള്ളത്. 3 പേരും കൊടുക്കാൻ സമ്മതമാണ്. പക്ഷേ അവർ നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് ഈ ശുചിതലയും സുജാതയും എന്ന് പറഞ്ഞ അവർ 2 പേരുമാണ് പല സ്ഥലത്തും നമ്മൾ കൊണ്ടുപോയി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങും ആക്കാൻ സമ്മതിക്കാതെ ഉണ്ട്. സ്ഥാപനത്തിൽ പോയി നോക്കിയായിരുന്നു. അങ്ങോട്ട് പോകത്തുമില്ല. ഈ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു, മെമ്പറിൻ്റെ കൂടെ നമ്മളും ഉണ്ടായിരുന്നു. ആറ്റിങ്ങിൽ നിന്ന് പോകുന്ന സമയത്ത് അത് രാത്രി 9 മണിക്കാണ് അവിടെ പോകുന്നത് തന്നെ. വഴിയില്ല, വാച്ചാലുമില്ല, എവിടെ കൊണ്ടാക്കി ഒരു വെക്കും പിടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് അവിടെ പോയപ്പോഴത്തേക്ക് ഒരു വഴിയും വാച്ചാലും ഇല്ല, എവിടെയാണ് എന്താണെന്ന് എനിക്ക് പോകാൻ തന്നെ എനിക്കറിയത്തില്ല, വഴി അറിയത്തില്ല. പിന്നെ അവിടെയൊക്കെ കറങ്ങി അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വെളിയിൽ അങ്ങ് കയറിയില്ലായിരുന്നു. വെളിയിലൊക്കെ ചെന്ന് നോക്കിയതിൽ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ഞാൻ ഇനി വന്നിട്ടാണ് ഇങ്ങനെ ഈ പരാതി രാധാ മേഡത്തിനടുത്ത് സംസാരിച്ചത്. തുടർന്നാണ് വത്സലയുടെ പേരിലുണ്ടായിരുന്ന വസ്തുക്കളും ബാങ്ക് പാസ്ബുക്കും ശ്യാം കൈക്കലാക്കിയത്. ഇത്തരത്തിൽ വൃദ്ധസദനത്തിന്റെ പേരിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. വാഹനവും ആംബുലൻസും ഒന്നും എത്താത്ത സ്ഥലത്ത് ഒറ്റമുറിയിൽ പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും അനധികൃതമായി പാർപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ പിരിവും തട്ടിപ്പും നടത്തിവരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഈ വസ്തു തട്ടിപ്പ് ഉൾപ്പെടെ വിരൽ ചൂണ്ടുന്നത്. ഒട്ടും വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ അച്ഛനമ്മമാരെ പൂട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ മരണപ്പെട്ടു പോയവരുടെ കൃത്യമായ കണക്കും രേഖകളും പോലീസ് പരിശോധിക്കണം. രേഖകളില്ലാതെ പാർപ്പിക്കുകയും പരിചരിക്കുവാൻ ആരോഗ്യ പ്രവർത്തകരോ ആരും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനം വർഷങ്ങളായി നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അത്ഭുതം. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ പേരിൽ ഇതിന്റെ നടത്തിപ്പുകാർ പിരിവ് നടത്തിയും തട്ടിപ്പ് നടത്തിയും പണം സമ്പാദിക്കുമ്പോൾ മുളക് വെള്ളവും റേഷനരി ചോറും കഴിച്ച് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ മൂക്കും പൊത്തി തങ്ങളുടെ വിധിയോർത്ത് കണ്ണീരിൽ കഴിയുകയാണ് ഈ അച്ഛനമ്മമാർ. ഭയങ്കര നാറ്റവും ഒരു വൃത്തിശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. യാതൊരു വൃത്തിയില്ല. ഇവരെയൊക്കെ നോക്കുന്നത് നല്ല രീതിയിലല്ല. അതുകൊണ്ട് നോക്കുന്നത് നല്ല രീതിയിലല്ല, ദയനീയമായ അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത് ആൾക്കാർ. ആഹാരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആഹാരം ഇതല്ലേ പറഞ്ഞത്, എന്താണ് റേഷൻ അരിയിട്ട് ചോറ് വെച്ച് കൊടുക്കും, കറിയെല്ലാം ഉണ്ട്, ഇല്ല, ഇതൊക്കെ തന്നെ ആഹാരങ്ങൾ. ഇതിപ്പം സഹോദരിയുടെ പേരിൽ അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഈ 20 സെൻറ്റ് വസ്തുവും പഞ്ചായത്ത് കെട്ടിടമുണ്ട്. അത് കഴിച്ചിട്ട് ഈ പാസ്ബുക്കിൽ 36 രൂപ ഒരു പാസ്ബുക്കിൽ കിടപ്പുണ്ട്. അത് ഈ വത്സലയുടെ മക്കൾക്കുള്ളതായിരുന്നു. മക്കൾ മരണപ്പെട്ടു പോയി. ആ പാസ്ബുക്ക് വത്സലയ്ക്ക് അത് മാറിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കാലത്തും നടക്കുന്നു എന്നുള്ളതാണ് മലയാളികൾക്ക് വേദനയായി മാറുന്നത്. ഈ സ്ഥാപനത്തിന്റെ പേരിൽ നടന്ന കൂടുതൽ അനധികൃത ഇടപാടുകൾ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വരുന്നു. ഈ സ്ഥാപനത്തിൽ ബന്ധുക്കളെ പാർപ്പിച്ചവരിൽ പലരും ഇതിനോടകം ഞങ്ങളെ ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നുമുണ്ട്.
അന്തേവാസികളെ പാർപ്പിച്ച ശേഷം ബന്ധുക്കളെ പോലും കാണാൻ അനുവദിക്കാതെ പൂട്ടിയിട്ട് കൊല്ലാക്കൊല നടത്തുകയാണ് ഇവിടെ. ഫയർഫോഴ്സിന് പോലും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഥാപനം വെച്ച് ആളുകളെ പാർപ്പിക്കുന്നതിന്റെ പിന്നിലെ ദുരിതവശം പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ഭാരത് വിഷൻ.